പത്തനംതിട്ട പൊന്തൻപുഴ പട്ടയ സമരം 1000 ദിവസത്തിലേക്ക്. വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയുടെ അന്തിമ റിപ്പോർട്ട് വരാത്തതിനാൽ 500ഓളം കുടുംബങ്ങളുടെ പട്ടയം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. പൊന്തൻപുഴ വലിയകാവ് വനാതിർത്തിക്ക് പുറത്തുള്ള പെരുമ്പെട്ടിയിലെ 512 കുടുംബങ്ങൾ. പട്ടയത്തിന് അർഹതയുണ്ടെന്ന് സർക്കാർ തന്നെ സമ്മതിച്ചവർ. പക്ഷേ പട്ടയമില്ലെന്ന് മാത്രം. കൈവശക്കാരുടെ ഭൂമി വനാതിർത്തിക്കുള്ളിലാണോ എന്ന് പരിശോധിക്കാൻ 2019 ജനുവരിയിലാണ് സർക്കാർ സംയുക്ത സർവേക്ക് ഉത്തരവിട്ടത്. ഭൂമി വനാതിർത്തിക്ക് പുറത്താണെന്ന ഇടക്കാല റിപ്പോർട്ടിന് പിന്നാലെ പട്ടയം അനുവദിക്കാമെന്ന് കളക്ടർ റവന്യൂ വകുപ്പിനെ അറിയിച്ചതുമാണ്. എന്നാൽ 1957 റീസർവേ സ്കെച്ച് പ്രകാരം വീണ്ടും സർവേ നടത്തണമെന്ന് വനം വകുപ്പ് നിലപാടെടുത്തു. ഇതോടെ പട്ടയം അനുവദിക്കാനുള്ള നടപടികളും നിലച്ചു. 1000 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കുടിൽക്കെട്ട് സമരം ഉൾപ്പെടെ നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. അവകാശങ്ങൾ സാധിച്ചെടുക്കുന്നതുവരെ ഈ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ജില്ലയിൽ നടന്ന പട്ടയമേളയിലും പെരുമ്പെട്ടിയിലെ കുടുംബങ്ങളെ പരിഗണിച്ചിരുന്നില്ല. പൊന്തൻപുഴ വനത്തിൽ അവകാശമുന്നയിച്ച് കോടതിയെ സമീപിച്ച സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണ് വനം വകുപ്പിന്റെ മെല്ലെപ്പോക്കെന്നാണ് സമരക്കാരുടെ ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.